Hi all, welcome to LK Group of Educational Service. നമ്മൾ ഓൾറെഡി പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ പാർട്ട് 3 വരെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. സോ നിങ്ങളതെല്ലാം നല്ലോണം പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് പാർട്ട് 4 സെക്ഷനെ കുറിച്ച് നോക്കാം. ഇതിൽ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എഫ് ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചിട്ടാണ്. സോ എഫ് ബ്ലോക്ക് എലമെൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ഡിസ്കഷനൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഫ് ബ്ലോക്ക് എലമെൻറ്റ് എന്താണെന്ന് നോക്കാം. The last electron enter into the f orbital അല്ലെങ്കിൽ f subshell. നമുക്കറിയാം ലാസ്റ്റ് ഇലക്ട്രോൺ p സബ്ഷെല്ലിലേക്കാണ് എൻ്റർ ആവുന്നതെങ്കിൽ അതിനെ നമ്മൾ p ബ്ലോക്ക് എന്ന് വിളിക്കും. അതേസമയം എസിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ആവുന്നതെങ്കിലോ നമ്മൾ s ബ്ലോക്ക് എന്ന് വിളിക്കും. അതുപോലെ d സബ്ഷെല്ലിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ആവുന്നതെങ്കിൽ നമ്മൾ d ബ്ലോക്ക് എന്നായിരിക്കും ആ ഒരു എലമെൻറ്റിൻ്റെ ബ്ലോക്കിനെ റെഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എഫ് സബ്ഷെല്ലിലേക്ക് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന്. അതായത് എലമെൻസിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എഫ് സബ്ഷെല്ലിലേക്ക് എൻ്റർ ആവുന്ന എലമെൻറ്റുകളെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിന് 2 സീരീസ് ആണുള്ളത്. നമ്മൾ പീരിയോഡിക് ടേബിൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഏറ്റവും താഴത്തായിട്ട് 2 സീരീസ് ഉള്ളത്. അതിൽ ആ 2 സീരീസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ദെൻ നമ്മൾ എഫ് ബ്ലോക്ക് എലമെൻസിന് വേറൊരു പേര് കൂടി പറയാറുണ്ട്, ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെൻറ്റിനെയും പി ബ്ലോക്ക് എലമെൻറ്റിനെയും നമ്മൾ റെഫർ ചെയ്തത് റെപ്രസെൻറ്റേഷൻ എലമെൻറ്റ്സ് എന്നാണ്, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്നാണ്. പക്ഷേ ഡി ബ്ലോക്കിനെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ് എന്ന് പറഞ്ഞിരുന്നു. ഇനി എഫ് ബ്ലോക്ക് എലമെൻറ്റുകളെ ജനറലി നമ്മൾ റെഫർ ചെയ്യുന്ന പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ് എന്നാണ് നോർമലി നമ്മൾ ഈ ഒരു എഫ് ബ്ലോക്ക് എലമെൻറ്റുകളെ റെഫർ ചെയ്യുന്നത്. സോ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താ, എഫ് ബ്ലോക്കിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ് എന്ന് പറയുന്നത് n-2 f 1 to 14, n-1 d1 to 10 ആൻഡ് ns2 എന്നാണ്. നമ്മൾ ഓൾറെഡി എസ് ബ്ലോക്കിൻ്റെയും പി ബ്ലോക്കിൻ്റെയും ഡി ബ്ലോക്കിൻ്റെയും എല്ലാം ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. സോ ഇതുകൂടി നിങ്ങൾ നല്ലോണം ഫോക്കസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഫസ്റ്റ് സീരീസ് ഓഫ് എലമെൻറ്റ്സ് ആർ കോൾഡ് ലാന്തനോയിഡ്. നമ്മൾ പറഞ്ഞിരുന്നു എഫ് ബ്ലോക്ക് എലമെൻറ്റുകൾ 2 സീരീസ് ആണ്. അതിൽ ഫസ്റ്റ് സീരീസിൽ വരുന്ന എലമെൻറ്റുകളെ നമ്മൾ ലാന്തനൈഡ്സ് എന്നാണ് പറയുന്നത്. അതേസമയം ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു ലാന്തനൈഡ് എലമെൻറ്റുകൾ ഏത് ആറ്റമിക് നമ്പർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 57 നിന്ന് ബിഗിൻ ചെയ്ത് എൻഡ് ചെയ്യുന്നത് 71 സോ ആറ്റമിക് നമ്പർ 57 മുതൽ 71 വരെയുള്ള ആ ഒരു സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്, ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ദെൻ ദിസ് എലമെൻറ്റ്സ് ആർ നോൺ റേഡിയോ ആക്റ്റീവ്. അതായത് ലാന്തനൈഡ് എലമെൻറ്റ്സുകളെല്ലാം നോൺ റേഡിയോ ആക്റ്റീവ് ആണ് എക്സെപ്റ്റ് പ്രൊമിത്തീയം. അതായത് പ്രൊമിത്തീയം ഒഴികെ ബാക്കി എല്ലാ എലമെൻറ്റുകളും എന്താണ്, റേഡിയോ ആക്റ്റീവ് എലമെൻറ്റുകളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് സോ the elements are non-radioactive except for promethium which is radioactive. അതായത് പ്രൊമിത്തീയം മാത്രമേ ഉള്ളൂ റേഡിയോ ആക്റ്റീവ്. പ്രൊമിത്തീയം ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെൻറ്റുകളും, അതായത് ലാന്തനൈഡ്സിലുള്ള ബാക്കിയുള്ള എല്ലാ എലമെൻറ്റുകളും എന്നാണ് പറയുന്നത്, നോൺ റേഡിയോ ആക്റ്റീവ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് സെക്കൻഡ് സീരീസ് ഓഫ് എലമെൻറ്റ്സ് ആർ കോൾഡ് ആക്ടിനൈഡ്സ്. അതായത് സെക്കൻഡ് സീരീസ് ഓഫ് എലമെൻറ്റുകളെയാണ് നമ്മൾ ആക്ടിനൈഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം എഫ് ബ്ലോക്ക് എലമെൻറ്റുകൾ 2 സീരീസ് ആയിട്ടാണുള്ളത്. ഫസ്റ്റ് സീരീസ് ലാന്തനൈഡ്സ് ആൻഡ് സെക്കൻഡ് സീരീസ് ഈസ് ആക്ടിനൈഡ്സ്. സോ ആക്ടിനൈഡ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിൻ്റെ ആറ്റമിക് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 89 നിന്നാണ്, എൻഡ് ചെയ്യുന്നത് 103 ദെൻ ദിസ് എലമെൻറ്റ്സ് ജനറലി ഹാവ് എ റേഡിയോ ആക്റ്റീവ് നേച്ചർ. അതായത് ഈ ഒരു എലമെൻറ്റ്സിന് നോർമലി ഉള്ളത് ഒരു റേഡിയോ ആക്റ്റീവ് നേച്ചർ കാണിക്കുന്ന ഒരു എലമെൻറ്റുകളാണ് ആക്ടിനൈഡ് സീരീസിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ലാന്തനൈഡ്സ് ആണെങ്കിൽ അവർ അത്രത്തോളം റേഡിയോ ആക്റ്റീവ് അല്ല, ആകെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് പ്രൊമിത്തീയം എന്ന് പറയുന്നത്. പക്ഷേ ആക്ടിനൈഡ്സിലെ ഒട്ടുമിക്ക എലമെൻറ്റുകളും ജനറലി എന്താണ്, റേഡിയോ ആക്റ്റീവ് ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ലാന്തനൈഡ്സ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പോയിന്റ്സ് എന്ന് പറയുന്നത് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഒരു ജനറൽ ഐഡിയ ആണ്. ഇനി നമ്മൾ ലാന്തനൈഡ്സിൻ്റെയും അതുപോലെ തന്നെ ആക്ടിനൈഡ്സിൻ്റെയും പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇനി നമ്മളിന്ന് റെഫർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ലാന്തനൈഡ്സ് ആർ സോഫ്റ്റ് മെറ്റൽസ് വിത്ത് സിൽവറി വൈറ്റ് കളർ. ലാന്തനൈഡ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്, അത് മാത്രമല്ല അതിനൊരു സിൽവറി വൈറ്റ് കളർ ഉണ്ടെന്നാണ്. ദെൻ their colors dull and their brightness reduces rapidly when exposed to air. എയറിൽ നമ്മൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ഡൾ ആവുകയും ബ്രൈറ്റ്നസ് റെഡ്യൂസ് ചെയ്യുന്ന എലമെൻറ്റുകളാണ് ലാന്തനൈഡ്സ് എന്ന് പറയുന്നത്. ദെൻ ലാന്തനൈഡ്സ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിനെയും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് ലാന്തനൈഡ്സ് എന്ന് പറയുന്നത്. സോ ലാന്തനൈഡ്സ് ഹാസ് ദ എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ്
ദേ ആർ നോൺ റേഡിയോആക്റ്റീവ്. നമ്മൾ ലാന്തനൈഡ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ദേ ആർ നോൺ റേഡിയോആക്റ്റീവ് എക്സെപ്റ്റ് പ്രൊമിത്തീയം. പ്രൊമിത്തീയം ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെൻറ്റുകളും നോൺ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളതാണ്. ദെൻ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട അടുത്തൊരു പോയിന്റ്. A decrease in atomic and ionic radii from lanthanum to lutetium is observed. This is called lanthanoid contraction. അതായത് ആറ്റോമിക്, നമുക്കറിയാം ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയെ ഇവിടെ ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഡിക്രീസ് നമുക്ക് കാണാൻ സാധിക്കും. ആറ്റോമിക് റേഡിയസിൻ്റെ അല്ലെങ്കിൽ ആറ്റോമിക് സൈസിൻ്റെ ഒരു ഡിക്രീസ് കാണാൻ സാധിക്കും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്നുള്ളത്. സോ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിക്രീസ് ഇൻ ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയെ ഫ്രം ലന്താനം ടു ലുട്ടീഷ്യം. ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള എലമെന്റുകളിൽ ആറ്റോമിക് റേഡിയസിൽ ഉണ്ടാവുന്ന ഒരു ഡിക്രീസിനെ നമ്മൾ പറയുന്ന പേരാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ആക്ടിനൈഡ്സ് എന്നുള്ളത്. അതായത് ആക്ടിനൈഡ്സിന്റെ പ്രോപ്പർട്ടിയാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത്. ആക്ടിനൈഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്, ആക്ടിനൈഡ് എലമെന്റ്സ് അപ്പിയർ ടു ബി സിൽവറി കളറാണ് ആക്ടിനൈഡ് എലമെന്റ്സിനും. ആക്ടിനൈഡ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദി എലമെന്റ്സും റേഡിയോ ആക്റ്റീവ് തന്നെയാണ്. ദെൻ ദേ ആർ ഹൈലി റിയാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ റിയാക്ടിവിറ്റി ഇൻക്രീസസ് വെൻ ദേ ആർ ഫൈനലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിയാക്ടിവിറ്റി പിന്നെയും കൂടുകയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് ആക്ടിനൈഡ്സിൽ നമ്മൾ മെയിൻലി പറയുന്നത്. ഇനിയുമുണ്ട് കുറച്ചധികം പ്രോപ്പർട്ടീസ്, നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. സോ അതിൽ വരുന്ന സെക്കൻഡ് ആണ് decrease in atomic and ionic radii from actinium to lawrencium is observed. This is called ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ. നമ്മൾ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉള്ളതാണൊന്ന് ആക്ടിനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആക്ടീനിയം മുതൽ ലൊറൻസിയം വരെയുള്ള ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയേസിന്റെ ഒരു കോൺസ്റ്റന്റ് ഡിക്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് they generally exhibit an oxidation state of +3. അതായത് ജനറലി അത് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എന്താ? +3 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡിറ്റർമിനേഷൻ ഓഫ് പീരീഡ് ആൻഡ് ഗ്രൂപ്പ് നമ്പർ എന്നുള്ളത്. സോ ആക്ച്വലി നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളത് ഈ ഒരു പീരീഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഡിറ്റർമിനേഷനെ കുറിച്ചിട്ടാണ്. അതിനു മുന്നേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചിട്ടായിരുന്നു. എഫ് ബ്ലോക്ക് എലമെന്റുകളുടെ പ്രോപ്പർട്ടീസ്, ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ആദ്യം പറഞ്ഞു. അത് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ആക്ടിനൈഡ്സും ലാന്തനൈഡ്സും ഏത് എലമെന്റ് മുതൽ തുടങ്ങി എവിടെ വരെ അവസാനിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ലാന്തനൈഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ആക്ടിനൈഡ്സിനെ കുറിച്ച് പറഞ്ഞത്. അതിൽ നമ്മൾ ലാന്തനോയിഡ് കോൺട്രാക്ഷനെ കുറിച്ചും ആക്ടിനോയിഡ് കോൺട്രാക്ഷനെ കുറിച്ചും അതെങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് പീരീഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പാർട്ട് 2 സെക്ഷനിൽ നമ്മൾ പഠിച്ചതാണ് ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. പീരീഡ് നമ്പർ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ നമ്പർ ഓഫ് ഷെൽസ് നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞിരുന്നു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലാണെങ്കിൽ. ഗ്രൂപ്പ് നമ്പർ ഓരോ ബ്ലോക്ക് അനുസരിച്ച് അത് മാറും. അതെങ്ങനെയാണെന്ന് നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് കണക്ട് ചെയ്ത് പഠിക്കാൻ ഈസിയാവും. ഓക്കെ, സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഓക്സിജനെയാണ്. ഓക്സിജന്റെ ആറ്റമിക് നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം 8 ആണ്. 8 മീൻസ് ആറ്റമിക് നമ്പർ 8 എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? അതിൽ 8 ഇലക്ട്രോണും 8 പ്രോട്ടോണും ഉണ്ടെന്നാണ്. സോ ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ അതിൽ എഴുതുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഷെല്ലിനെയാണ് കേത്ത് ഷെൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഷെല്ലാണ് എൽ. സോ കെ ഷെല്ലിൽ നമുക്കറിയാം മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ 2 ആണ്. സോ ദ റിമൈനിങ് ഇലക്ട്രോൺ ഗോസ് ടു ദ സെക്കൻഡ് ഷെൽ. ദാറ്റ് ഈസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 6 ഇലക്ട്രോൺ അല്ലേ. സോ സെക്കൻഡ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ദെൻ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും എന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. നമുക്കറിയാം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത് ഓഫ്-ബോ പ്രിൻസിപ്പലിന്റെ അടിസ്ഥാനത്തിലാണ്. So it will be 1s2, 2s2 and 2p4 അല്ലേ. സോ 1s2, 2s2, 2p4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ അയക്കുന്നത് ഏത് ഷെല്ലിലാണ് ഇവിടെ? ഏത് സബ് ഷെല്ലിലാണ് ഇവിടെ? പി സബ് ഷെല്ലിലാണ്. സോ ഈ ഒരു എലമെന്റ് ബിലോങ് ചെയ്യുന്ന ബ്ലോക്ക് ഏതായിരിക്കും? പി ബ്ലോക്ക് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ദെൻ നമുക്ക് ഇതിന്റെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറുമാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. പി ബ്ലോക്ക് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഷെല്ലിൽ ആ സബ് ഷെല്ലിൽ എത്രത്തോളം ഇലക്ട്രോൺ എൻ്റർ ആയിട്ടുണ്ടോ, ലാസ്റ്റ് വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് എൻ്റർ ആയിട്ടുണ്ടോ അതിനോട് നമ്മൾ 10 ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഷെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാലൻസ് ഷെല്ലാണ്. വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത്. 4 + 2 6 ആണ്. സോ 6നെ നമ്മൾ 10 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16 എന്ന് കിട്ടും. സോ ഓക്സിജന്റെ ഗ്രൂപ്പ് നമ്പർ എന്തായിരിക്കും വരിക? 16 ആയിരിക്കും വരിക. ഓക്കെ,
സോ പി ബ്ലോക്ക് ആണ് നമ്മുടെ എലമെന്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ വാലൻസ് ഷെല്ലിനോട് നമ്മൾ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഈസിലി ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പീരിയഡ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഷെൽ നമ്പറാണ് നോക്കേണ്ടത്. ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണോ ഉള്ളത് അതാണ് നമ്മൾ ഷെല്ലിൻ്റെ നമ്പർ ഏതാണോ ഹയസ്റ്റ് ഷെല്ലായിട്ട് വരുന്നത് ഏതാണോ അതായിരിക്കും അതിൻ്റെ പീരിയഡ് നമ്പറായി വരിക. ഇവിടെ നമുക്ക് 1s2, 2s2, 2p4 എന്നാണ്. സോ 2 ആണ് അവിടെ ഹയസ്റ്റ് ആയിട്ട് വരുന്ന ഷെൽ നമ്പർ. സോ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാം അതിൻ്റെ പീരിയഡ് നമ്പർ എന്തായിരിക്കും, 2 ആയിരിക്കും. ബ്ലോക്ക് ഏതായാലും പീരിയഡ് നമ്പർ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന വേ അത് സെയിം തന്നെ ആയിരിക്കും. പക്ഷെ ഗ്രൂപ്പ് നമ്പർ ബ്ലോക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് എസ് ബ്ലോക്കിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. സോ എസ് ബ്ലോക്കിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ലിഥിയമാണ്. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ വരുന്നത് 3 ആണ്. സോ ദ കോൺഫിഗറേഷൻ വിൽ ബി 2s1. സോ വി നോ ദാറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി വാട്ട് 1s2 ആൻഡ് 2s1. 1s2, 2s1 എന്ന് പറയുമ്പോൾ തന്നെ അതിലെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണ് എൻ്റർ ആയിരിക്കുന്നത്, എസ് സബ്ഷെല്ലിലേക്കാണ്. സോ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്തായിരിക്കും, 1 ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അതായത് എസ് സബ്ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ആവുന്നതെങ്കിൽ അത് എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്ക് ആണ് എന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺ ആ എസ് സബ്ഷെല്ലിലേക്ക് എൻ്റർ ആയിട്ടുണ്ടോ അത് തന്നെ ആയിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പീരിയഡ് നമ്പർ. പീരിയഡ് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണോ ഹയസ്റ്റ് ഷെൽ വരുന്നത് അതായിരിക്കും അതിന്റെ പീരിയഡ് നമ്പർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഈ ഒരു ലിഥിയത്തിന്റെ ബേസ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതിന്റെ ഗ്രൂപ്പ് നമ്പർ, പീരിയഡ് നമ്പർ, അതുപോലെ തന്നെ അതിന്റെ ബ്ലോക്ക്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്കാൻഡിയം. സ്കാൻഡിയം എന്ന് പറയുമ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. സോ ഡി ബ്ലോക്ക് എലമെന്റിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പഠിപ്പിച്ച കൺസെപ്റ്റുകളിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് നമ്പറിൽ മാത്രം കുറച്ച് മാറ്റം വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പർ 21 ആണ്. സോ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത് 4s2 3d1 എന്നാണ്. സോ ഗ്രൂപ്പ് നമ്പർ നമുക്കറിയാം. ഇതിൽ എന്തായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ വരിക, നമ്മളെ ഈ ലാസ്റ്റ് ഷെല്ലിൽ അതായത് എസ് സബ് ഷെല്ലിന്റെ മേളിലും അതുപോലെ തന്നെ ഡി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. അതായത് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു n-1 ഡിയിലെയും അതുപോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെയും ഇലക്ട്രോണുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ ഈസി ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാവുന്നത്. സോ ഇവിടെ 4s ഇലക്ട്രോണുകളും 3d ഇലക്ട്രോൺസും എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ ആഡ് ചെയ്യുക. സോ ആ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും അവിടുത്തെ ഗ്രൂപ്പ് നമ്പറായി വരിക. പീരിയഡ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ, അതായത് ഷെൽ നമ്പറിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഷെൽ നമ്പർ ഏതാണോ അതായിരിക്കും അതിന്റെ പീരിയഡ് നമ്പർ എന്ന്. സോ ഇവിടെ 4 ആണ് ഹയസ്റ്റ് ഷെൽ നമ്പർ വന്നിരിക്കുന്നത്. സോ പീരിയഡ് നമ്പർ എന്തായിരിക്കും, 4 ആയിരിക്കും. അത് നമുക്ക് ഈസി ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാവുന്ന ഒന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് റീസൺസ് ഫോർ ഡിസഗ്രിമെന്റ് ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. നമ്മൾ ഇതുവരെ പഠിച്ച ഓബോ പ്രിൻസിപ്പളിന്റെ സിദ്ധാന്തം അനുസരിച്ച് നമുക്കറിയാം ഇലക്ട്രോണുകളെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി ലെവലിന്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ കോപ്പറിലും ക്രോമിയത്തിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്നുള്ളതും അതിന് കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു സെക്ഷനാണ്. സോ അതിൽ നിങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന് മുന്നേ തന്നെ അതിന്റെ ആറ്റോമിക് നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ആറ്റോമിക് നമ്പർ ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ 24ഉം കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ 29ഉം ആണ്. സോ അതിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും, 4s2 3d4 എന്നായിരിക്കും വരിക. 4s2 3d4 ആണ് ക്രോമിയത്തിന്റെ വരിക. കോപ്പറിന്റെ ആണെങ്കിലോ 4s2 3d9 എന്നാണ് വരിക. 4s2 3d4ഉം 4s2 3d9ഉം. സോ ഇതിന് ശരിക്കും ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. 4s1 3d5 എന്നും അതുപോലെ തന്നെ കോപ്പറിന്റെ ആണെങ്കിൽ 4s1 3d10 എന്നുമാണ് വരിക. ഇതാണ് ശരിയായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, നമുക്കറിയാം ഓഫ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് അറിയുന്നത് എന്താണ്, ഇലക്ട്രോണുകളെ നമ്മൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവലിൽ വേണം ഫില്ല് ചെയ്യാൻ. പക്ഷേ നമ്മളിവിടെ നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡോ ആണ് സബ്ഷെല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി ഹയർ ആയിരിക്കും, അതായത് ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഇവിടെ നിന്ന് എസ് ഇലക്ട്രോൺ നേരത്തെ നമ്മൾ എഴുതിയ കോൺഫിഗറേഷനിൽ S2 എന്നായിരുന്നു. സോ അതിലൊരു ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് ഡി സബ്ഷെല്ലിലേക്ക് വരും. സോ അങ്ങനെ ആകുമ്പോൾ ആ ഒരു ആറ്റം സ്റ്റേബിൾ ആയിരിക്കും കുറച്ചുകൂടി, അതിൻ്റെ ഇലക്ട്രോൺ
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഒരു മാനറിസത്തിൽ നമ്മൾ എഴുതുമ്പോൾ അത് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു ഓഫ്ബോ പ്രിൻസിപ്പിൾ, സബ്ഷെൽസ് ദാറ്റ് ഈസ് ഹാഫ് ഫിൽഡ് ഓർ ഫിൽഡ് ഹാസ് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി എന്ന്. സോ ദ കറക്റ്റ് കോൺഫിഗറേഷൻ വിൽ ബി ലൈക്ക് ദിസ്. ക്രോമിയം ആൻഡ് കോപ്പറിന്റെ കോൺഫിഗറേഷൻ ഇങ്ങനെയായിരിക്കും വരിക. 4s1 3d5 എന്നും അതുപോലെ തന്നെ 4s1 3d10 എന്നുമാണ് വരിക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഇവിടെ കംപ്ലീറ്റ്ലി റോങ് ആണ്. കാരണം നമുക്കിത് ഫുള്ളി ഫിൽഡോ അല്ലെങ്കിൽ ഹാഫ് ഫിൽഡോ ആയിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, സോ ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ എഫ് ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞു, എഫ് ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ ലാന്തനൈറ്റ്സിനെയും ആക്ടിനൈറ്റ്സിനെയും സെപ്പറേറ്റ് ആയി ഡിസ്കസ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് പീരിയഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പറിനെ കുറിച്ച് പറഞ്ഞത്. ബ്ലോക്കുകൾക്ക് അനുസൃതമായി ഗ്രൂപ്പ് നമ്പറിന്റെ ഡിറ്റർമിനേഷനുള്ള മെത്തേഡ് മാറും. പി ബ്ലോക്ക് ആണെങ്കിൽ 10 ആഡ് ചെയ്യണം വാലൻസ് ഇലക്ട്രോണിന്റെ കൂടെ. എസ് ബ്ലോക്ക് ആണെങ്കിൽ എന്താണോ ആ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ആവുന്നത്, എത്രയാണോ ആ ലാസ്റ്റ് ഇലക്ട്രോൺ, അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. അതേസമയം ഡി ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ എസ് സബ് ഷെല്ലിലെയും ഡി സബ് ഷെല്ലിലെയും ഇലക്ട്രോണുകൾ എത്ര ഇലക്ട്രോൺ അതിൽ എൻ്റർ ആയിട്ടുണ്ട് എന്നുള്ളതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഗ്രൂപ്പ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ പീരിയഡ് 3 ബ്ലോക്കിലും സെയിം മെത്തേഡിൽ തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക. ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണോ അതായിരിക്കും അതിന്റെ പീരിയഡ് നമ്പറായി വരിക. സോ അതാണ് നമ്മൾ ലാസ്റ്റ് ഫൈനലി കൺക്ലൂഡ് ചെയ്ത സെക്ഷൻ. അതിനുശേഷം നമ്മൾ പറഞ്ഞത് കോപ്പറിലെയും ക്രോമിയത്തിലെയും ആ ഒരു ഡിസഗ്രിമെന്റ്, അതിന്റെ ആ ഒരു കോൺഫിഗറേഷനിൽ വരുന്ന ഡിസഗ്രിമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു അതിന്റെ സ്റ്റെബിലിറ്റി ഫുള്ളി ഫിൽഡ് ആകുമ്പോഴും ഹാഫ് ഫിൽഡ് ആകുമ്പോഴും അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കോൺഫിഗറേഷൻ റീറൈറ്റ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോൺഫിഗറേഷൻ തെറ്റാണെന്നും നമ്മൾ പഠിച്ചതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഡിസ്കസ് ചെയ്തു. ഇതിന്റെ ലാസ്റ്റ് പാർട്ടിൽ, അതായത് ഈ ഒരു സെക്ഷനിൽ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ് ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിന്റെ ലാസ്റ്റ് സെക്ഷനിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സും ഈ ഒരു ടോപ്പിക്കുമെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.